ശമ്പളമൊക്കെ കിട്ടിയില്ലയോ? എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരല്ലോ. എടാ ആ കിട്ടുന്ന 13,000 രൂപ, അതിൽ 10,000 രൂപ വീട്ടിൽ കൊടുക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 3,000 രൂപ, അത് 2,000 രൂപ ഫോൺ EMI അടയ്ക്കും. അതും കഴിഞ്ഞ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കും. പിന്നുള്ളത് ഒരു 300 രൂപയുടെ റീചാർജ് ചെയ്യും. പിന്നുള്ള 200 രൂപ. ആ 200 രൂപ വെച്ച് വേണം ഞാൻ ഒരു മാസം ഫുള്ള് ഓടാൻ. നിങ്ങൾക്കറിയോ? മൊത്തത്തിൽ പറയാൻ ദാരിദ്ര്യം. മൊത്തത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പൊ എനിക്കാവുമ്പോ പിന്നെ ഇതൊന്നും ഒരു കുഴപ്പമില്ല. അതെന്താ നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല? എനിക്ക് ജോലിയില്ലല്ലോ. അതെന്താ നിനക്ക് ജോലി? നീ ജോലിക്ക് പോകാത്തോണ്ടല്ലേ? ഞാൻ എവിടെ ചെന്നാലും മുടിഞ്ഞു മുണ്ടക്കോൽ എടുക്കുന്നുള്ള രീതി ആക്കി വെച്ചേക്കുവാണല്ലോ. ആര്? ഞാൻ തന്നെ. അതെന്തിനാ? അതൊക്കെ രസമല്ലേ. എന്ത് ചെയ്യാൻ? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എല്ലാ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് പിള്ളേരുടെ അവസ്ഥ എല്ലാം ഇത് തന്നെ. എന്തോ ചെയ്യാനാന്ന് പറ. വീട്ടിൽ കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കൊടുക്കുക. പിന്നെ വീട്ടുകാർ നമ്മളെ ഇത്രയും മാറ്റിയല്ലേ, വീട്ടുകാർക്ക് വല്ലതും കൊടുക്കണ്ടേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഞാനിപ്പം കൈ പൈസ ഒന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ ബൈക്കിലോ അല്ലെങ്കിൽ അത് പോകുമ്പോൾ ഞാൻ നോക്കും അവിടെ വല്ല പൈസ കിടപ്പുണ്ടോ, വല്ലതും കിടന്ന് കിട്ടുമോ, കിട്ടിയെന്ന് അല്ലാന്ന് അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ നോക്കാം. വണ്ടി പോലും ഇല്ല. നമുക്ക് വണ്ടിയില്ല. പക്ഷെ ഇതെന്തുവാടാ? എന്തോ തുറന്നു നോക്ക്. അങ്ങനെ തന്നെ വെച്ചു നോക്കാം. എടാ ഇതേ ഡയമണ്ടാന്ന് തോന്നുന്നു. എന്നാ നമ്മൾ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നു. 50-50. ഇത് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വാ നോക്കാം, എന്തോ തുറന്നു നോക്കാം, എന്ന് നോക്കാം. വാ കണ്ടോടാ? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. വാ താഴോട്ട് വാ. ഇവ വരുന്നുണ്ടോ നോക്കിയാടാ? ആരും ഇല്ലല്ലോ. എടാ എനിക്കല്ലേ കിട്ടിയത്? 60 എനിക്കും 40 നിനക്കും. അത് പറ്റത്തില്ല. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 50-50. എടാ എന്തുവാടാ? എനിക്കല്ലേ കിട്ടിയേ? അപ്പൊ ഞാനുണ്ടായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കല്ലേ കിട്ടി? 60 എനിക്കും 40 നിനക്കും. എന്തോ സാധനം നോക്കട്ടെ, എത്ര ഉണ്ടോ നോക്കട്ടെ ആദ്യം. എടാ മണ്ടൻ ചേർക്ക, ഇത് ഡയമണ്ട് ഒന്നും അല്ലേ, ഏതോ ഏച്ചിമാര് മാലയും കണ്ടു കൊടുക്കാൻ വാങ്ങിച്ചത്. എന്തോ പരിപാടിയായി പോയി. ഒരു കാര്യം ചുമ്മാ ഉള്ള വള്ളിക്ക് നീ വെച്ചോ. എനിക്ക് മാല ഓർത്ത് കഴുത്തേ നിൽക്കും.